അക്വാപോണിക്സ് ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംയോജിത മത്സ്യകൃഷിയാണ്. ഇവിടെ മത്സ്യങ്ങളെയും പച്ചക്കറി, വെള്ളരി വർഗ വിളകൾ എല്ലാം നമുക്ക് വളർത്താം. നല്ല ബലമുള്ള അക്വാപോണിക്സ് സിസ്റ്റത്തിൽ വാഴ വരെ കൃഷി ചെയ്യാം. കിഴങ്ങു വർഗങ്ങളൊന്നും കൃഷി ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ പരിസരത്തിന് അനുയോജ്യമായ വളരെ ചെറുതും വലുതുമായ സിസ്റ്റങ്ങൾ നമുക്ക് ആവശ്യമനുസരിച്ച് നിർമ്മിക്കാം. ഒരു അക്വാപോണിക്സിന് പ്രധാനമായി 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒരു ഫിഷ് ടാങ്കും ഒരു ഗ്രോ ബെഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. രണ്ടും വേർഡ് മീനിങ് സെയിം തന്നെയാണ്. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാലും വെള്ളത്തിൽ കൃഷി ചെയ്യുന്ന രീതി തന്നെയാണ്. അക്വാപോണിക്സ് എന്ന് പറഞ്ഞാലും വെള്ളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ്. പക്ഷേ ഹൈഡ്രോപോണിക്സിനെ അപേക്ഷിച്ച് അക്വാപോണിക്സിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഹൈഡ്രോപോണിക്സിൽ ചെടികൾക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് അത് കെമിക്കൽ ന്യൂട്രിയൻസ് ആണ് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതേസമയം അക്വാപോണിക്സ് എന്ന് പറയുന്ന കൃഷി രീതിയിൽ മത്സ്യങ്ങളുടെ വിസർജ്യമാണ് ചെടികൾക്ക് വളമായിട്ട് മാറുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും. കേരളത്തിന്റെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു ജൈവ കൃഷി രീതിയിലേക്ക് മാറുന്ന ഒരു സംവിധാനമാണ്. എന്നിരുന്നാലും നമ്മുടെ മണ്ണ് വരെ ഇപ്പോൾ പൊല്യൂട്ടഡ് ആയ ഒരവസ്ഥയാണ്. അത് വെച്ച് നോക്കുമ്പോൾ അക്വാപോണിക്സ് സിസ്റ്റത്തില് കല്ലുകളിലാണ് ചെടി വളരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഒരു പമ്പ് ഉപയോഗിച്ച് വെള്ളം മുകളിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. ആ പമ്പും വളരെ ലോ കോസ്റ്റ് പമ്പാണ്. നമ്മൾ അക്വേറിയത്തിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു അക്വേറിയം വീട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന പവർ ഹെഡിന്റെ ഔട്ടിലാണ് നമ്മൾ ഈ പറയുന്ന പമ്പിന്റെ ഇത് കൊടുത്തിരിക്കുന്നത്. അതിലൂടെ ആ പമ്പിലൂടെ വെള്ളം അടിച്ച് ഗ്രാവൽ ബെഡിലേക്ക് കയറുന്നു. ഗ്രാവൽ ബെഡിൽ കയറിയ വെള്ളം ഗ്രാവൽ ബെഡിൽ തന്നെ സെറ്റ് ചെയ്ത് അതിന് ഗ്രോ ബെഡ് എന്നാണ് പറയുന്നത്. ഈ ഗ്രാവൽ ബെഡ് അത് എന്ത് വേണമെങ്കിലും ആവാം. ഗ്രാവൽ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആവാം. മണലിന്റെ ഗ്രാവലാവാം, ബേബി മെറ്റലാകാം, മണ്ണ് ഒഴിച്ച് ബാക്കി എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് ഇതിന് ചെടികളെ വളർത്താനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇതിൽ സംഭവിക്കുന്നത് വെള്ളം ഈ പറയുന്ന ഫിഷ് ടാങ്കിൽ നിന്നും അല്ലെങ്കിൽ കുളത്തിൽ നിന്നും ഈ പറയുന്ന ഗ്രാവൽ ബെഡിലേക്ക് വരുമ്പോൾ അത് ഗ്രാവൽ ബെഡിൽ അരിയുകയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഗ്രാവൽ ബെഡിലെ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞു വരുമ്പോൾ അതിൽ ചില നൈട്രിഫൈങ് ബാക്ടീരിയാസ് ഫോം ചെയ്യുന്നു. അത് നൈട്രോബാക്ടീരിയ പോലുള്ള നൈട്രിഫൈങ് ബാക്ടീരിയാസ് ഈ പറയുന്ന വെള്ളത്തിൽ, അപ്പൊ ഈ ഫിഷിന്റെ
കാഷ്ടം എന്ന് പറയുന്നത് ഫുൾ ഓഫ് അമോണിയയാണ്. ഈ അമോണിയ എന്ന് പറയുന്നത് ചെടികൾക്ക് ദോഷകരമായ ഒരു വസ്തു തന്നെയാണ്. പക്ഷേ ഇതിൽ ഫോം ചെയ്യുന്ന ഈ നൈട്രിഫൈങ് ബാക്ടീരിയകള് ഈ അമോണിയനെ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ചെടികൾക്ക് ആവശ്യമുള്ള നൈട്രൈറ്റ് ആയിട്ട് മാറ്റുന്നു. ആദ്യം നൈട്രൈറ്റ് ആയിട്ട് മാറ്റുന്നു, പിന്നെ നൈട്രേറ്റ് ആയിട്ട് മാറ്റുന്നു. അപ്പോ ഈ നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തില് 78% നൈട്രജൻ ആണെങ്കിൽ പോലും ഇത് നമുക്ക് മനുഷ്യനോ അല്ല എന്നുണ്ടെങ്കിൽ ചെടികൾക്കോ ഇത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇടിമിന്നൽ ഏൽക്കുമ്പോഴും ചില നൈട്രിഫൈങ് ബാക്ടീരിയകളുമാണ് മാത്രമാണ് ഈ പറയുന്ന നൈട്രജനെ നൈട്രേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു സംവിധാനത്തില് ഈ നൈട്രിഫൈങ് ബാക്ടീരിയകൾ ഈ ഗ്രോ ബെഡിൽ തനിയെ ഫോം ചെയ്യുകയും ഈ നൈട്രേറ്റ് ഈ പറയുന്ന അമോണിയനെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഈ നൈട്രേറ്റ് ചെടികൾക്ക് ഈസി ആയിട്ട് വലിച്ചെടുക്കും. കാരണം ചെടികൾ നമുക്കറിയാം, നമ്മൾ അതല്ലാതെ മണ്ണില് ചെടി നടുമ്പോ വളം ഇട്ട് കൊടുക്കും. മഴക്കാലത്താണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത്. അതിന്റെ ബേസിക് സയൻസ് എന്താണെന്ന് വെച്ചാൽ ചെടികൾ ഈ മഴക്കാലത്ത് വളമിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് വെള്ളത്തിലൂടെ ലയിച്ച് ചെടികൾക്ക് എളുപ്പം വലിച്ചെടുക്കാവുന്ന രീതിയിലേക്ക് മാറുന്നു. എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന സിസ്റ്റത്തില് സ്ഥിരമായിട്ട് വെള്ളത്തിന്റെ ഒരു സർക്കുലേഷൻ വരുമ്പോൾ ചെടികൾക്ക് ആ വെള്ളത്തിലൂടെ വരുന്ന ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, വെള്ളത്തിൽ നിന്ന ചെടി ചീഞ്ഞു പോവില്ലേ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ വെള്ളത്തിൽ നിന്ന ചെടി ചീഞ്ഞു പോവില്ല. പിന്നെ എന്തുകൊണ്ടാണ് പാടത്ത് നിൽക്കുമ്പോൾ ചെടി ചീഞ്ഞു പോകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം എല്ലാവരും ചോദിച്ചിരുന്നു. അപ്പൊ അതിന് മറുപടി എന്ന് പറയുന്ന ചെടികളുടെ വേര്, നമ്മളൊരു ചെടി പറിച്ചു നോക്കിയാൽ അതിന്റെ വേരുകളിൽ വളരെ സൂക്ഷ്മമായ ദ്വാരങ്ങളുണ്ട്. ഈ ദ്വാരങ്ങൾ ചെളി വന്നിട്ട് അടഞ്ഞു പോകും. അടഞ്ഞു പോകുമ്പോൾ ഇതിന് പിന്നീട് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെയാണ് ഈ ന്യൂട്രിയൻസ് കിട്ടാതെ വരുന്ന അവസ്ഥയിലാണ് ചെടി പാടത്ത് ചീഞ്ഞു പോകുന്നത്. അതേസമയം ഇവിടെ നമ്മൾ കല്ലുകളാണ് ഉപയോഗിക്കുന്നത്. ചെടി നടാനായിട്ട് കല്ലുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ കല്ലുകളായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതിൽ ചെളി ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ റൂട്ടിന്റെ വേരുകളുടെ ഹോൾസ് അടഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് എപ്പോഴും എല്ലാ സമയത്തും ന്യൂട്രിയൻസ് സഫിഷ്യന്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത. മത്സ്യകൃഷിക്ക് വിപണന